യേശുവിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അങ്ങനെയാണ് പറയുക. നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള സകലതിൻ്റെയും മീതെ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഭൂമിയിൽ സകലതും സൃഷ്ടിച്ച് മനുഷ്യനെയും സൃഷ്ടിച്ച് മനുഷ്യനെ ഈ ഭൂമിയിലുള്ള സകലതിൻ്റെയും ആധിപത്യം ഏൽപ്പിച്ചു കൊടുക്കുക. നീ ആരുടെയും അടിമയാകരുത്, നീ ഒന്നിൻ്റെയും അടിമയാകരുത്, മറിച്ച് ഈ ഭൂമിയിലുള്ള സകലതിൻ്റെ മീതെ നീ കയറി നിൽക്കണമെന്ന് നല്ല ദൈവം നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ദൈവം നമുക്ക് ആ ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തുകയാണ്. എല്ലാത്തിൻ്റെയും മീതെ കയറി നിൽക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത കർത്താവ് നമുക്ക് തരികയാണ്. എല്ലാറ്റിൻ്റെയും മേൽ ആധിപത്യം ഉണ്ടാകണം, എല്ലാറ്റിൻ്റെയും മേൽ. ഒന്നും ചിലരെ കണ്ടിട്ടില്ലേ, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും മൂഡ് ഓഫായി, പിന്നെ മൂഡ് ഓണാക്കാൻ വലിയ പാടാണ്. പിന്നെ കുറേ നാളത്തേക്ക് ഭക്ഷണം കഴിക്കുകയല്ല, കുറേ നാളത്തേക്ക് സംസാരിക്കുകയല്ല, അങ്ങനെ അങ്ങ് മനസ്സങ്ങ് ഇടിഞ്ഞു പോവുകയാണ്. അത് വല്ലാതെ അങ്ങനെ അങ്ങ് തളർന്നു പോകും. ചിലർ പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് പോകും, ചില ആൾക്കാർ പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്യും, ചില ആൾക്കാർ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നും, ചില ആൾക്കാർ നാട് വിട്ടുപോകും. പല രീതിയിലാണ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക. കർത്താവ് പറയുന്നു, നിന്നെ ഒന്നും കീഴടക്കാൻ നീ ഇടയാക്കല്ല്, ഒന്നും നിന്നെ അടിമയാക്കാൻ നീ സമ്മതിക്കല്ല്, നീ സകലതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കണം. നമുക്കറിയാലോ, മനസ്സ്, ശരീരം, ആത്മാവ്, ഇത് മൂന്നും കൂടിയിട്ടാണ് ഒരു മനുഷ്യൻ. ശരീരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കും ശരീരത്തിന്, എല്ലാ രീതിയിലും ശരീരത്തെക്കുറിച്ച് നല്ല ശ്രദ്ധ നമ്മൾ കൊടുക്കാറുണ്ട്. ചെറിയൊരു ജലദോഷം വന്നാലും നമ്മൾ അത്യാവശ്യം മരുന്നൊക്കെ എടുക്കും. ഇനി എന്തെങ്കിലുമൊക്കെ കൈക്ക് കാലിനൊക്കെ വേദന വന്നാലും നമ്മൾ ശ്രദ്ധിക്കും, പരിഗണനയുണ്ട് ശരീരത്തെക്കുറിച്ച്. ആത്മാവിനെക്കുറിച്ചും നമുക്ക് ശ്രദ്ധയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നതും, അതുകൊണ്ടാണല്ലോ നമ്മൾ വചനം കേൾക്കുന്നതും, അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതും. ആത്മാവിനെക്കുറിച്ചൊരു ശ്രദ്ധയുണ്ട്. ഇതുപോലെ തന്നെ മനസ്സിൻ്റെ തലത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിനെയും ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. മനസ്സിലും സൗഖ്യം ആവശ്യമുണ്ട്, മനസ്സിനും ആരോഗ്യം ആവശ്യമുണ്ട്, മനസ്സിനും ബലം വേണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന് പറയുക ഭൗതിക തലത്തിലുള്ള പൂർണ്ണതയല്ല, സാമ്പത്തിക തലത്തിലുള്ള ഉയർച്ചയല്ല, സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം പൂർണ്ണതയിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. തങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക ജീവൻ്റെ പൂർണ്ണത അത് എത്രത്തോളം വളർത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായി പറയാം ആ വ്യക്തി പൂർണ്ണതയിലാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയും: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പൂർണ്ണതയിലേക്കുള്ളൊരു വിളി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാ രീതിയിലും പൂർണ്ണത നമുക്ക് ആവശ്യമുണ്ട്, പൂർണ്ണത വേണം. മനസ്സിൻ്റെ തലത്തിലും പക്വതയും കാര്യക്ഷമതയും ഒരു ആരോഗ്യമൊക്കെ നമുക്കുണ്ടെങ്കിലേ ഈ പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. 3 തലങ്ങളിലും ഒരുപോലെ സൗഖ്യവും ശക്തിയും നമുക്ക് ആവശ്യമുണ്ട്. ശരീരത്തിൻ്റെ തലത്തിൽ, മനസ്സിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ തലത്തിൽ. ശരീരം തളർന്നാലും ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, മനസ്സ് സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷമുള്ളവരും സമാധാനമുള്ളവരും. ശരീരം എങ്ങനെ പോയാലും തളർന്ന് കിടക്കുകയാണ്, അനങ്ങാൻ പറ്റത്തില്ല, വർഷങ്ങളായി കട്ടിലെ തന്നെയാണ്. എങ്കിലും മനസ്സുകൊണ്ട് അവർ ശക്തരാണെങ്കിൽ അവരെ ഒന്നും തോൽപ്പിക്കാൻ പറ്റുകയില്ല. അവർ വളരെ ബലമുള്ളവരാണ്, അവർ വളരെ കൃപയുടെ നിറവിൽ കഴിയുന്നവരാണ്. അവരുടെ മനസ്സിന് ശക്തിയുണ്ട്. അല്ല, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും മൂഡ് മാറി, അല്ലെങ്കിൽ സങ്കടഭാവത്തിലേക്ക്, അല്ലെങ്കിൽ കരയാൻ ആരംഭിച്ചു. അങ്ങനെയാണല്ലോ ചില ആൾക്കാർ. ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, ഒന്ന് നോക്കിയാൽ മതി, കരയാൻ തുടങ്ങും, വല്ലാണ്ട് കരയും. എന്തിനാ അങ്ങനെ കരയണത് അറിയത്തില്ല, ഈ കരച്ചിൽ എപ്പോൾ നിൽക്കും അറിയത്തില്ല, എത്രത്തോളം കണ്ണുനീരുണ്ട് അറിയത്തില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് ഭയങ്കര നിരാശയാണ്. ഒരിക്കലും എൻ്റെ കാര്യം ശരിയാകത്തില്ല, എനിക്ക് മാത്രം ഇങ്ങനെ ഗതി, ഈ വീട്ടിൽ മാത്രം ഇങ്ങനെ പ്രശ്നം, ഈ വീട് മാത്രം നരകം പിടിച്ച വീട്. പറഞ്ഞിട്ടില്ലേ, കേട്ടിട്ടില്ലേ, ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? ഇത് മാത്രം ചില ആൾക്കാരുടെ വായിന്ന് വരത്തുള്ളൂ. എപ്പോഴും നിരാശപ്പെടുത്തുന്ന ചിന്തകളും ഓർമ്മകളും. മനസ്സ് മുഴുവൻ ചോദ്യങ്ങളാണ്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരണത്, എന്താ ബാക്കിയുള്ളവർക്കൊന്നും ഇങ്ങനെയില്ലല്ലോ, ഞാൻ മാത്രം എന്താ ഇങ്ങനെയായിപ്പോയി, എന്നോട് മാത്രം ഇങ്ങനെ, എൻ്റെ വിധി ഇങ്ങനെയാണ്,
എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഇത് തകർന്നു പോയി, ഇനി ഇതൊരിക്കലും രക്ഷപ്പെടുകയില്ല, ഈ ജീവിതത്തിൽ ഇനി ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല, ഈ ജീവിതത്തിൽ എന്നും ദുരിതങ്ങളേ ഉള്ളൂ, എനിക്കൊരിക്കലും ജോലി കിട്ടുകയില്ല, എൻ്റെ ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല, എനിക്ക് ഉയരാൻ പറ്റുകയില്ല, ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് കഴിയുന്ന എത്രയോ പേര്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനാണ് ബലം വേണ്ടത്. പ്രശ്നങ്ങളല്ല നമ്മളെ തളർത്തിക്കളയുക, പ്രശ്നങ്ങളല്ല നമ്മളെ വീഴ്ത്തിക്കളയുക, പ്രശ്നങ്ങളോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ, പ്രശ്നങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, പ്രശ്നങ്ങളെ നമ്മൾ സ്വീകരിക്കുന്ന വിധങ്ങൾ, ഇതാണ് നമ്മളെ തളർത്തിക്കളയുക. പ്രശ്നങ്ങളല്ല, ഇതിൻ്റെ അപ്പുറം പ്രശ്നങ്ങൾ ഉള്ളവർ നമ്മുടെ ചുറ്റിലുമില്ലേ? ഇതിൻ്റെ അപ്പുറം പ്രശ്നങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലേ? ഓർത്തു നോക്കിയേ, ഇതിൻ്റെ അപ്പുറം പ്രശ്നങ്ങൾ കുറേ നാൾ മുമ്പ് വരെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത നാളുകളായിട്ട് ഇപ്പം കുറേ അധികം മനസ്സിൻ്റെ ബലം അങ്ങ് ഇല്ലാതെ പോവാൻ, മനസ്സ് തകർന്നു വീഴുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:32, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തേക്ക് നയിക്കുന്ന അധികാരികളെക്കാളും വലിയവരാണെന്ന്. ആര്? മനസ്സിനെ നിയന്ത്രിക്കുന്നവർ, മനസ്സിന് ശക്തി കൊടുക്കുന്നവർ, മനസ്സിന് ബലമുള്ളവർ, അവർ വളരെ സ്ട്രോങ് ആണെന്ന്, അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയാലെന്ന് വചനം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മനസ്സെപ്പോഴും ശക്തിയുള്ളതായിട്ടിരിക്കട്ടെ. ഞാൻ ഓർക്കുന്നു, ഒരു വില്ലേജ് ഓഫീസർ ഒരിക്കൽ ധ്യാനിക്കാനായിട്ട് വന്ന് കയറിയത് ഈ മനുഷ്യൻ പറയാണ്, സിസ്റ്ററെ ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാണ്. എന്താ കാര്യം? എന്തിനാ റിസൈൻ ചെയ്യണത്? എന്നെ കൊണ്ട് പറ്റുകയില്ല. എന്നാ പറ്റുകയില്ലാത്തത്? കൂടെയുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എന്താ അവിടുത്തെ പ്രശ്നം? അവരില്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുക സിസ്റ്ററെ. ഞാൻ ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല, എൻ്റെ മേൽ മുഴുവൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, ഞാൻ മടുത്തു ഈ മനുഷ്യരുടെ കൂടെ ജോലി ചെയ്യാൻ, ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ധ്യാനം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ആയിട്ട് ഞാൻ സൈൻ ചെയ്യും, ഞാൻ ആ പേപ്പർ സബ്മിറ്റ് ചെയ്യും, അങ്ങനെയാണ് എൻ്റെ തീരുമാനം. ഞാൻ പറഞ്ഞു വരട്ടെ, വെയിറ്റ് ചെയ്യാം, ഇത്രയും നാൾ സഹിച്ചില്ലേ, ഇത്ര നാൾ മുന്നോട്ട് പോയില്ലേ, നമുക്കൊന്ന് കാത്തിരിക്കാം, ഈശോ ഒന്ന് ഇടപെടട്ടെ, ഈശോയ്ക്കൊരു അവസരം കൊടുക്കാവോ, ഈശോയ്ക്കൊന്ന് നിൽക്കാനൊരു സ്പേസ് കൊടുക്കാവോ? ഈ സഹോദരൻ സമ്മതിച്ചു. ധ്യാനം ആരംഭിച്ചു. ധ്യാനത്തിൽ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു, പ്രാർത്ഥിച്ചു, നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചു, വചനം കേട്ടു, നല്ല ഈശോയ്ക്ക് ഒരു മനസ്സിലൊരു സ്ഥാനമൊക്കെ കൊടുക്കാൻ തുടങ്ങി, ഈശോയോട് കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി. ധ്യാനം കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഈ മനുഷ്യൻ വന്നിട്ട് പറയാം, സിസ്റ്ററെ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി വെച്ചത് കീറിക്കളയാൻ പോവാ. എന്നെ പറ്റി? എന്തിനാ കീറിക്കളയണത്? വേണ്ട സിസ്റ്ററെ, ഇനി റിസൈൻ ചെയ്യുന്നില്ല, ഇനി ജോലി രാജിവെക്കുന്നില്ല, ഞാൻ ജോലി തുടരുകയാണ്. എന്താ സംഭവിച്ചത്? എൻ്റെ മനസ്സിന് ബലം കിട്ടി, എൻ്റെ മനസ്സിന് ശക്തി കിട്ടി, എൻ്റെ മനസ്സായിരുന്നു തളർന്നത്, അവിടുത്തെ പ്രശ്നങ്ങളല്ല സത്യത്തിൽ, എൻ്റെ മനസ്സിനായിരുന്നു സൗഖ്യം വേണ്ടിയിരുന്നത്. പ്രിയമുള്ളവരെ, മനസ്സിന് ബലമുണ്ടെങ്കിലേ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. എത്ര വലിയ പ്രശ്നവും വരട്ടെ, മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ധൈര്യമുണ്ട്, നമുക്ക് കൃപയുണ്ട്. മനസ്സ് തളരാതിരിക്കാൻ നമുക്ക് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആൾക്കാർ പെട്ടെന്ന് പേടിച്ചു പോകും. ചെറിയ കാര്യം വന്നാൽ മതി. ചിലപ്പോൾ വലിയ ആൾക്കാരാവും, വലിയ അങ്ങേറ്റത്തെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാരാവും. ഇരുട്ടിനെ പേടിയാണ്, അല്ലെങ്കിൽ പാമ്പിനെ പേടിയാണ്, അല്ലെങ്കിൽ പുഴുവിനെ പേടിയാണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി തോന്നും, എങ്കിലും ചെറിയ കാര്യങ്ങൾ മതി പേടിച്ചിട്ട് അവർ വല്ലാത്ത അസ്വസ്ഥരാകും. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കുടുംബാംഗങ്ങൾ സിസ്റ്ററിനെ കാണാൻ വേണ്ടി വന്നു. അപ്പം ഗസ്റ്റ് റൂമിൽ ഞങ്ങൾ കുറച്ചധികം സിസ്റ്റേഴ്സ് അവിടെയുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ആ വന്ന കൂട്ടത്തിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഒറ്റ നിലവിളി കാറിപ്പൊളിക്കുന്ന പോലെ. ഞങ്ങളൊക്കെ പേടിച്ചു പോയി, ഇതെന്നാണാവോ, എന്നാ സംഭവിച്ചാവോ? നോക്കിയപ്പം അവൾ പറയാം, ഒരു പല്ലിയെ കണ്ടതാണ് പോലും, ഒരു പല്ലിയെ കണ്ടത്, ഉറക്കെ കാറിപ്പോയി. ആ കെട്ടിടം മുഴുവൻ ഒച്ച കേട്ടു അവളുടെ കരച്ചിൽ. ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു കാര്യം. അവൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു മോളാണ്. എത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശിശുവിൻ്റെ പോലെയാവും, പക്വതയില്ലാത്ത പോലെ എന്ന് പറഞ്ഞാൽ അത് ഒരു ശക്തിയില്ലാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സെപ്പോഴും ബലമുള്ളതായിട്ടിരിക്കട്ടെ, മനസ്സെപ്പോഴും കട്ടിയുള്ളതായിട്ടിരിക്കട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് സമർപ്പിക്കണം. ചില ആൾക്കാർക്ക് പേടിയല്ല പ്രശ്നം, ചില ആൾക്കാർക്ക് പെട്ടെന്ന് അരിശമാണ്. അരിശം എന്ന് പറഞ്ഞാൽ എടുത്തുകുത്തുന്ന അരിശമാണ്, സാധനങ്ങളൊക്കെ എറിയുന്ന അനുഭവം, അല്ലെങ്കിൽ പെട്ടെന്ന് വാക്കുകളൊക്കെ എത്ര കട്ടിയുള്ള വാക്കുകളാണ് പറയുക. ആഗ്രഹം ഉണ്ടായിട്ടല്ല, അതൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇരുന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്തിനാ അങ്ങനെ പറഞ്ഞു പോയത്, വേണ്ടായിരുന്നു, പിന്നെ സോറി പറയാൻ തുടങ്ങും. മനസ്സ് പെട്ടെന്ന് പിന്നെയും സങ്കടത്തിലേക്ക് പോകും. അരിശപ്പെടുന്നവർ, കാര്യങ്ങളെ വേണ്ട രീതിയിലൊന്ന് ക്രമപ്പെടുത്താൻ പറ്റാത്തവർ, മനസ്സിന് ബലമില്ല എങ്കിൽ ഈ മേഖലകളിലൊക്കെ തളരാൻ സാധ്യതയുണ്ട്. വേറെ ചിലരെ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് അവർ ടെൻഷൻ പിടിക്കും. ചെറിയ കാര്യം വരുമ്പോഴേക്കും ടെൻഷൻ. ഒരു പുതിയ ഉത്തരവാദിത്വം ആരെങ്കിലും ഏൽപ്പിച്ചാൽ
ആ ഉത്തരവാദിത്വം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തോ ഒരു ടെൻഷനാണ്. ആ വീട്ടിലുള്ള എല്ലാവരെയും ടെൻഷൻ പിടിപ്പിക്കും അല്ലേ? കണ്ടിട്ടില്ലേ? ഒരു ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്, ആ ടെൻഷൻ കാരണം ആ വീട്ടിലുള്ളവർ പോലും അവരാണ് ജോലിക്ക് പോകണമെന്ന് തോന്നിപ്പോവും. കാരണം അതുപോലെ ടെൻഷൻ നാട്ടിലുള്ളവരെ പോലും ആ ടെൻഷൻ പങ്കുവെച്ചു കൊടുക്കും. അങ്ങനെയുള്ള മനുഷ്യർ, ടെൻഷൻ്റെ കൂടായിട്ട് ജീവിക്കുന്നവർ. വേറെ ചിലരുണ്ട്, അലസതയാണ്, ഭയങ്കര അലസത എന്ന് പറഞ്ഞാൽ അവർക്ക് നേരം വെളുക്കുന്നത് രാവിലെ 10 മണിക്കാണ്, സൂര്യൻ ഉദിക്കുന്നത് അപ്പോഴാണ് അവർ പറയുക. അവർ അത് മനസ്സ് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്, ഒരു തരം അലസത. എന്തിനും അതേ വലിയ തീപിടുത്തം വരുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും, തീപിടുത്താണോ? അതെങ്ങനെയാണ് തീ പിടിച്ചത്? ലൈറ്റർ വെച്ചിട്ടാണോ കത്തിച്ചത്, അല്ലെങ്കിൽ തീപ്പെട്ടി വെച്ചിട്ടാണോ? അവർ വളരെ കൂളാണ്, അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ഒരു തരം അലസത. എല്ലാ നേരവും ഉറങ്ങുന്നവർ, എല്ലാ നേരവും ടി വിയുടെ മുമ്പിൽ 24 മണിക്കൂറും ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഒരു ജോലി ചെയ്യല, ഒന്നും. ആ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ പ്ലേറ്റ് ഒന്ന് എടുത്തിട്ട് ആ വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും, അറിയത്തില്ല, ചെയ്യത്തില്ല. നമ്മൾ എഴുന്നേറ്റ് പോരുമ്പോൾ ബെഡ്റൂമിൽ ആ ബെഡ്ഷീറ്റ് ഒന്ന് റെഡിയാക്കി ഇടുക, ചെയ്യത്തില്ല. ഒരു തരം അലസതയിലേക്ക് പോകുന്നവർ. മനസ്സിന് കട്ടി കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ പോവുക. നമ്മുടെ മനസ്സ് ശക്തമാണെങ്കിൽ നമ്മളെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനുണ്ടാകത്തില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ മനസ്സ് എപ്പോഴും ബലമുള്ളതായിട്ടിരിക്കട്ടെ. നമ്മുടെ മനസ്സിൻ്റെ കട്ടി അല്പം പോലും കുറയാൻ ഇടയാക്കല്ല. എന്ത് പ്രശ്നം വന്നാലും കർത്താവിൻ്റെ വാക്കുകൾ ഓർക്ക്. നിനക്ക് ഈ ഭൂമിയുടെ മേൽ നിനക്ക് ആധിപത്യം ഞാൻ തരികയാണ്, നീ ആധിപത്യം സ്ഥാപിക്കുക, നീ ഒന്നിൻ്റെ അടിമയാകല്ല. ചില ആൾക്കാർ പറയും, സിസ്റ്ററെ, കമ്പനി സൈക്കിന്, നെയിം സൈക്കിന് മദ്യം കഴിക്കും. വല്ലപ്പോഴും ഒരു മാമോദീസ വരുമ്പോൾ, ഒരു കല്യാണം വരുമ്പോൾ, അതെന്നും മാമോദീസ ഉണ്ടെന്നുള്ളത് വേറെ സത്യം, എന്നും കല്യാണം ഉണ്ടെന്നുള്ളതും വേറെ സത്യം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും തിന്മയായിട്ടുള്ളതിനെ മാറ്റി നിർത്താനും നന്മയായിട്ടുള്ളതിനെ ചേർത്ത് പിടിക്കാനും നിനക്ക് കഴിയണമെങ്കിൽ നിൻ്റെ മനസ്സിന് ബലം വേണം, നിൻ്റെ മനസ്സിന് ശക്തി വേണം. തരാൻ ഒരേ ഒരാൾക്കേ കഴിയത്തുള്ളൂ, നല്ല ഈശോയ്ക്ക് മാത്രം. ഈശോയുടെ അടുത്ത് നീ എന്ന് ചെല്ലുന്നുവോ അന്ന് നിനക്ക് ശക്തിയുണ്ട്, അന്ന് നിനക്ക് ബലമുണ്ട്. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ വല്ലാത്ത ഒരു സമൂഹത്തെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റുകയില്ല. 4 ആൾ ഒരുമിച്ച് കൂടിയാൽ ഉടനെ സംശയ മനോഭാവമാണ്. അവരെന്നാ പറയണത്, എന്നെക്കുറിച്ചാണോ പറയണത്? സംശയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, മാതാപിതാക്കൾക്ക് മക്കളെ സംശയം, മക്കൾക്ക് മാതാപിതാക്കളെ സംശയം, മൊത്തം സംശയരോഗം. മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ചിലർക്കുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിച്ചറിയണത് നല്ലതാണ്. മനസ്സ് ശാന്തമാണെങ്കിലേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് പറ്റത്തുള്ളൂ. മനസ്സ് സ്വസ്ഥമാണെങ്കിലേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റത്തുള്ളൂ. മനസ്സ് എപ്പോഴും സ്വസ്ഥതയിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സ് എപ്പോഴും മൃദുലമാണെങ്കിലോ, തൊട്ടാവാടി സ്വഭാവം പോലെയാണെങ്കിലോ നമ്മളെക്കൊണ്ട് ആർക്കൊരു പ്രയോജനവും ഉണ്ടാകാൻ സാധ്യതയില്ല. മനസ്സ് വളരട്ടെ, മനസ്സുയരട്ടെ. ബത്സേദ കുളക്കരയിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നില്ലേ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു സംഭവമാണ്. 38 വർഷമായിട്ട് ആ മനുഷ്യൻ ബത്സേദ കുളക്കരയിൽ കിടക്കുകയാണ്. തളർവാദി രോഗിയാണ്, രോഗമുണ്ട്, എഴുന്നേക്കാൻ പറ്റുകയില്ല, ആരുമില്ല സഹായിക്കാൻ. ഈശോ ആ സഹോദരൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നാ ചോദ്യം നമുക്ക് ചിന്തിച്ചു പോകും, നമ്മൾ അങ്ങനെ ഓർത്തു പോകും. ആഗ്രഹമില്ലെങ്കിൽ പിന്നെ കുളക്കരയിൽ കിടക്കേണ്ട കാര്യമുണ്ടോ? വീട്ടിൽ കിടന്നാൽ പോരെ, അതെന്തിനാ അവിടെ പോയി കിടക്കണത്? ഈശോ ചോദിക്കുക, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ മനുഷ്യൻ എന്താ മറുപടി പറഞ്ഞതെന്നറിയാവോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്, യെസ് ഓർ നോ, ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. ഈ മനുഷ്യൻ എന്നാ പറഞ്ഞതെന്നറിയോ? ഈശോയെ, ഈ കുളത്തിൽ വെള്ളം ഇളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല. അവൻ്റെ മനസ്സിൻ്റെ സങ്കടം നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഞാൻ ശ്രദ്ധിച്ചത് ആ ഒരൊറ്റ വാക്കാണ്, എനിക്കാരുമില്ല. എത്ര വേദനയോടെ ആ മനുഷ്യൻ പറഞ്ഞത്. ആ സങ്കടത്തിൻ്റെ മുഴുവൻ തീവ്രതയും നമുക്ക് ആ വാക്കുകളിൽ കാണാം. 38 വർഷമായിട്ട് എന്താണേലും ഈ സഹോദരൻ്റെ മാതാപിതാക്കൾ കാണുകയല്ലേ? അദ്ദേഹം പറയുന്ന ആരുമില്ലെന്ന്. ഒരു പക്ഷെ അവർ മരിച്ചു പോയിട്ടുണ്ടാവും, നമുക്ക് അങ്ങനെ കാണാം. പോട്ടെ, സഹോദരന്മാർ കാണുകയല്ലേ? അവരും പോയി നോർത്തോ, അവരും കുടുംബജീവിതമൊക്കെയാണ്, അവരും മാറിപ്പോയി, ഇനി അവരും പോട്ടെ. കസിൻസ് ആരെങ്കിലുമൊക്കെ കാണുകയല്ലേ? അവരുമില്ല. ഇനി സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുകയല്ലേ? അവരുമില്ല. ഇനി അടുത്ത് ഉള്ളവർ, രോഗികൾ, തൊട്ടപ്പുറത്തൊക്കെ കിടക്കുന്നവർ കാണുകയല്ലേ? ഈ മനുഷ്യൻ പറയാം, എനിക്കാരുമില്ലെന്ന്. ശരീരത്തിൻ്റെ വേദനയേക്കാൾ ഉപരി മനസ്സിൻ്റെ വേദന മനുഷ്യനെ എന്തേറെ തളർത്തിയിട്ടുണ്ടാവും. ശരീരത്തിലൊക്കെ നമുക്ക് എത്രയും സഹിക്കാം, സത്യമല്ലേ? എത്ര രോഗവും, ക്യാൻസർ വന്നാലും എയ്ഡ്സ് വന്നാലും പ്രശ്നമില്ലാത്തവരെ കണ്ടിട്ടുണ്ട്, സഹിക്കാം. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നു, എൻ്റെ ഈശോയെ, എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല. എത്രയോ കഠിനമായിട്ടുള്ള ഏകാന്തത, എത്രയോ ഒറ്റപ്പെടൽ, ആരുമില്ല എന്നുള്ള വേദന. അത് മാത്രം മതി നിരുന്മേഷം കൊണ്ട് നിറയാൻ, അത് മാത്രം മതി നിരുത്സാഹമുള്ള വ്യക്തിയായിട്ട് മാറാൻ, അത് മാത്രം മതി മനസ്സ് തകർന്ന് തരിപ്പണമാകാൻ. എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട, എന്തിനിങ്ങനെ ജീവിക്കുന്നു, ഈ ഭൂമിക്ക് ഭാരമായിട്ട്. ഈ മനുഷ്യൻ്റെ വേദന മുഴുവൻ ഒറ്റ
ഒറ്റ നിമിഷം കൊണ്ട് ഈശോ ഒപ്പിയെടുക്കുകയാണ്. ഈ സഹോദരൻ ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക്, നിനക്ക് വേദനയുണ്ടല്ലേ, ഒറ്റയ്ക്കല്ലേ, ആരുമില്ല അല്ലേ. ഈശോ അതൊന്നും പറഞ്ഞില്ല, ഈശോ അതൊന്നും ചോദിക്കുന്നുമില്ല. ഒറ്റ വാക്ക് ഈശോ പറയാ, കിടക്കെടുക്ക്, എഴുന്നേക്ക്, നടക്ക്. അവൻ എഴുന്നേറ്റു, തുള്ളിച്ചാടി ഡാൻസും കളിച്ച് വീട്ടിൽ പോയിട്ടുണ്ടാവും. എത്ര സന്തോഷമുണ്ടായി. മനസ്സിന് ബലം കിട്ടാൻ ഒറ്റ നിമിഷം മതി കേട്ടോ. ഈശോ നിന്നെ ഒന്ന് കണ്ടാൽ, ഈശോ നിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എഴുന്നേക്ക് മകനെ എന്നൊരൊറ്റ വാക്ക്, ആ ഒരു വാക്ക് അത് മതി നിന്റെ മനസ്സിന് ബലം കിട്ടാൻ. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു സ്ഥലത്ത് ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി. ഒരു ഇടവകയിൽ ധ്യാന ദിവസങ്ങളിൽ ഒരു 45-50 വയസ്സൊക്കെ പ്രായമുള്ള ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു, എനിക്ക് നിർബന്ധമായിട്ടും കാണണം, സംസാരിക്കണം. വാശി പിടിക്കുകയാണ്. അന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസങ്ങളാണ്, എങ്കിലും വാശി പുറത്ത് സംസാരിക്കാൻ ഞാൻ ഇരിക്കുകയാണ്. ഈ സഹോദരൻ വന്നിട്ട് ആദ്യം തന്നെ എന്നോട് പറയണത്, സിസ്റ്ററെ, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അവർ 3 പേരും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, എന്തിനിറങ്ങിപ്പോയി, എന്താ കാര്യം? ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്. ഞാനാകെ വിഷമിച്ചു പോയി. ഇത് മനുഷ്യനോട് ഇനി എന്നാ പറയും, എയ്ഡ്സ് രോഗിയാണെന്ന് അറിഞ്ഞിട്ട് ഇനി ഭാര്യയും മക്കളും ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ വലിയ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു പ്രാവശ്യം തെറ്റിൽ വീണുള്ളൂ. ആ ഒരൊറ്റ തെറ്റിൻ്റെ സമ്മാനം എനിക്ക് ഈ ലോകം സമ്മാനിച്ചു. ഞാൻ ഇന്ന് രോഗിയാണ്. ഞാൻ ഈ കാര്യം ഇവിടുത്തെ ഒരാളോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഈ മനുഷ്യൻ പറയാം, ഭാര്യ എങ്ങനെയോ മണത്തറിഞ്ഞു ഇങ്ങനൊരു രോഗമുണ്ടെന്ന്. അറിഞ്ഞ അന്ന്, ഈ ഒരു രോഗത്തിൻ്റെ അടിമയാണെന്ന് അറിഞ്ഞ അന്ന് വീട്ടിൽ നിന്ന് മക്കളെയും കൊണ്ട് ഇറങ്ങിപ്പോയി. കൊട്ടാരം പോലെയുള്ളൊരു വീടാണ് എൻ്റെ വീട്. എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ട്. ഞാൻ മാത്രം എൻ്റെ വീട്ടിൽ, വേറെ ആരും, ഒരു പണിക്ക് പോലും ഞാൻ ആരെയും വെച്ചിട്ടില്ല സിസ്റ്ററെ. എന്തിനാ പണിക്ക് ആരെയും, ഞാൻ തന്നെ ചെയ്യാം, എനിക്ക് വേറെ ആരുമില്ലല്ലോ. വീട്ടിൻ്റെ ആ കഠിനമായിട്ടുള്ള ഏകാന്തതയും ആ കഠിന നിശബ്ദതയിലും പലപ്പോഴും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഉറക്കെ വാതിലൊക്കെ അടച്ചിട്ട് ഈശോയുടെ രൂപം കെട്ടിപ്പിടിച്ച് വിട്ട് കരയും. ചിലപ്പോൾ ബൈബിള് എടുത്ത് ചങ്കോട് ചേർത്ത് പിടിച്ച് ഉറക്കെ കരയും. കരഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. പലപ്പോഴും ധ്യാന സെൻറ്ററുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ ബ്രെഡും വെള്ളമൊക്കെ കൊടുക്കുന്നിടത്ത്, അല്ലെങ്കിൽ മുറികൾ വൃത്തിയാക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പന്തലുകൾ ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെയൊക്കെ പോയി ആരും അറിയാതെ, ആരോടും അധികം സംസാരിക്കാതെ മാറി നിന്ന് പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് ശുശ്രൂഷകളിലൊക്കെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ട്. എൻ്റെ ഭാര്യയെയും മക്കളെയും ഒന്ന് കാണണമെന്ന് ഒരാഗ്രഹമുണ്ട്. എൻ്റെ മനസ്സ് തളർന്നിട്ടില്ല. ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഭാര്യയെയും എൻ്റെ 2 മക്കളെയും കാണണമെന്നൊരാഗ്രഹം വരുമ്പോൾ പലപ്പോഴും ഞാൻ അറിയാതെ കരഞ്ഞു പോകുന്നു. ഒന്നെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സ് തളരാതിരിക്കാൻ, എൻ്റെ മനസ്സിന് ബലം കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഹോദരൻ കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിൻ്റെ ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്. നിൻ്റെ ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്. നിൻ്റെ മനസ്സ് ഏത് രീതിയിലും തളരാൻ ആഗ്രഹിക്കില്ല. നീ എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ, നീ എത്ര വലിയ രോഗിയായിക്കൊള്ളട്ടെ, നീ എത്ര കാലമായി സഹിക്കുന്ന മകനാകട്ടെ മകളാകട്ടെ, നീ ഒറ്റപ്പെട്ടൊരു ദ്വീപിൽ കഴിയുന്ന ഒരു സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, നിൻ്റെ മനസ്സ് തകരാൻ നിൻ്റെ ദൈവം അനുവദിക്കില്ല. നിൻ്റെ മനസ്സ് വേദനിച്ച് തകർന്ന് കണ്ണുനീരുകൊണ്ട് മുഖം കഴുകി നീ ഇങ്ങനെ തളർന്നിരിക്കാൻ നിൻ്റെ ദൈവം ആവശ്യപ്പെടില്ല, ആഗ്രഹിക്കില്ല. വരും നിൻ്റെ അടുത്തേക്ക് വരും. ബെത്സൈദ കുളക്കരയിലേക്ക് നടന്നു ചെന്ന അതേ ഈശോ 38 വർഷം സഹിച്ച ആ മനുഷ്യൻ്റെ മനസ്സ് വായിച്ച് അവൻ്റെ ഹൃദയവ്യഥകൾ ഒപ്പിയെടുക്കാൻ അരികിലേക്ക് ചെന്ന ഈശോ ഇന്ന് നിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, മോനെ എഴുന്നേക്ക്, മോളെ എഴുന്നേക്ക്, മനസ്സുകൊണ്ട് നീ എഴുന്നേൽക്ക്, നിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്ക്, തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നീ എഴുന്നേൽക്ക്. മനസ്സിന് ബലം ഈശോയ്ക്ക് തരാൻ ഒറ്റ നിമിഷം മതി. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഏത് രീതിയിലും ഒരുപക്ഷെ നിനക്ക് സ്നേഹം കിട്ടിയില്ല, നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. അതായിരിക്കാം നിൻ്റെ സങ്കടത്തിന് കാരണം. ഏറ്റവും അധികം നീ സ്നേഹിച്ചു, നീ ഒത്തിരി സഹായിച്ചു, നീ ഒത്തിരി മനസ്സിലാക്കി. ആരോഗ്യം മറന്ന്, സമയം മറന്ന്, നിൻ്റെ സന്തോഷങ്ങൾ ത്യജിച്ച്, നിൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ പ്രതീക്ഷകളും നിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നിൻ്റെ ജീവിതം മുഴുവനും നീ കാഴ്ചവെച്ചു. എന്നിട്ടോ തിരിച്ചു കിട്ടിയത് തിരസ്കരണം, വഞ്ചന, ചതി. ഇതൊക്കെയാണ് നീ അനുഭവിച്ചത് എങ്കിൽ, കണ്ണുകൾ നിറയുന്ന അനുഭവങ്ങൾ മാത്രമേ നിനക്കുള്ളൂവെങ്കിൽ നിൻ്റെ മനസ്സ് വേദനിക്കാൻ കാര്യമുണ്ട്. നിൻ്റെ മനസ്സിൽ സങ്കടമുണ്ട്. ആ സങ്കടം മുഴുവൻ, ഈ കണ്ണുനീര് മുഴുവൻ നിൻ്റെ ഈശോയ്ക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഈശോ ഉണ്ട് നിൻ്റെ അടുത്ത്. മകനെ, മകളെ, ആ ഒരു ഒറ്റ വിളി അത് പോരെ നിനക്ക്. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരു പക്ഷേ നിൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കി കാണുകയില്ല.
ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 4 മക്കളാണ് അപ്പച്ചനും അമ്മയ്ക്കും ഉള്ളത്. ഈ സഹോദരി 3ാമത്തെ മകളാണ്. 4 പെൺകുട്ടികളാണ് അവർ. അതിൽ ഈ 3ാമത്തെ സഹോദരി ഈ സഹോദരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സിസ്റ്ററെ, മറ്റു 3 മക്കളോടും എൻ്റെ അമ്മയ്ക്ക് വലിയ സ്നേഹമാണ്. എന്നോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ കുഞ്ഞുനാളിൽ എന്നും എന്നെ വഴക്ക് പറയുമായിരുന്നു, എന്നെ ശാസിക്കുമായിരുന്നു, എന്നെ മാറ്റി നിർത്തുമായിരുന്നു. മറ്റു 3 മക്കൾ എന്ത് വികൃതി കാണിച്ചാലും അവരെ ഒന്നും പറയത്തില്ല. അവർക്കെന്നും ഒരു പ്രത്യേക കരുതലുണ്ടായിരുന്നു. അവരോട് എന്നും ഒരു പ്രത്യേക വാത്സല്യം അപ്പനും അമ്മയും കാണിക്കുമായിരുന്നു. എന്നെ എന്നും മാറ്റി നിർത്തിയ പോലെ, ഞാൻ ആ വീട്ടിലെത്തേത് അല്ലാത്തതുപോലെയായിരുന്നു എന്നോട് പെരുമാറിയിട്ടുള്ളത്. പലപ്പോഴും അമ്മേ എന്നൊന്ന് വിളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും മോളെ എന്നൊരു വിളി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയെന്നൊന്ന് വിളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സഹോദരി കണ്ണു നിറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അമ്മ, ഈ സഹോദരിയുടെ മകള് ഇപ്പോൾ വിവാഹപ്രായമായി, അത്രയും പ്രായമുണ്ട്. എന്നോട് ഇങ്ങനെ പറഞ്ഞു: സിസ്റ്ററെ, അടുത്ത നാളിൽ ഈ സഹോദരിയുടെ അമ്മ വീണിട്ട് കാലൊടിഞ്ഞിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഈ അമ്മയുടെ അടുത്തേക്ക് കാണാൻ ചെല്ലുകയാണ്. അമ്മയുടെ അടുത്ത് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് കാണാൻ പോകുന്നത് തന്നെ. വലിയ ഇഷ്ടമൊന്നുമില്ല പോകാൻ. അങ്ങനെ വലിയ ബന്ധമൊന്നും അമ്മയായിട്ടില്ല, പിണക്കമല്ല, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും ഈ സഹോദരിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന അമ്മയെ കാണാൻ ചെല്ലുകയാണ്. ആശുപത്രിയിൽ ചെന്നു. അമ്മ കിടക്കുന്ന മുറിയുടെ വാതിൽക്കൽ ചെന്ന് കുറച്ചു നേരം ചുമ്മാ അവിടെ വെയിറ്റ് ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്, വേദനയൊക്കെ കുറഞ്ഞോ? ഒരു ചോദ്യമാണ്. അമ്മയെന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ല. അമ്മേ എങ്ങനെയുണ്ട്? അങ്ങനെയല്ല ചോദിച്ചത്. വേദനയൊക്കെ കുറഞ്ഞോ? ആ ചോദ്യം കേട്ടത് അമ്മ പേടിച്ചുപോയി. അമ്മ ഉടനെ പറഞ്ഞു, എല്ലാം കുറഞ്ഞു മോളെ, സുഖമായി. അമ്മയ്ക്ക് മനസ്സിലായി ഇവളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ദേഷ്യവും വാശിയൊന്നും പോയിട്ടില്ല. ഈ സഹോദരി അല്പസമയം കൂടെ ആ വാതുക്ക നിന്നു. എന്നിട്ട് തിരിച്ചുപോയി. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുക: സിസ്റ്ററെ, എൻ്റെ അമ്മയെ ഒന്ന് തലോടാനോ, എൻ്റെ അമ്മയ്ക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാനോ, എൻ്റെ അമ്മയെ ഒന്ന് പരിചരിക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് സങ്കടമുണ്ട് ആ കാര്യത്തിൽ. എൻ്റെ മകൾ വിവാഹപ്രായമായി. ഏതാനും നാളുകൾക്കുള്ളിൽ അവളെ ഞാൻ വിവാഹം ചെയ്ത് പറഞ്ഞയക്കും മറ്റൊരു കുടുംബത്തിലേക്ക്. എനിക്കും പ്രായമാവും, എനിക്കും വയ്യാതെയാകാനൊക്കെ സാധ്യതകളുണ്ടല്ലോ. എൻ്റെ മകളും എന്നോട് ഇങ്ങനെ പെരുമാറുകയല്ലേ. ഒരിക്കൽ പോലും എൻ്റെ മോളെയും ഞാൻ മോളെ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്നേഹം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടാത്ത സ്നേഹം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. വേദനിച്ച് കരയാൻ. കുറേ അധികം കരഞ്ഞു, കുറേ സങ്കടത്തോടെ കരഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞു കൊടുത്തു: സഹോദരി, ഈശോയ്ക്ക് എല്ലാം മനസ്സിലാകുകയല്ലേ, ഈശോയ്ക്ക് എല്ലാം തിരിച്ചറിയാൻ പറ്റുകയല്ലേ, ഈ മനസ്സിൻ്റെ അവസ്ഥ ഈശോയ്ക്ക് കാണാൻ പറ്റുകയല്ലേ, ഈശോ സുഖപ്പെടുത്തുകയല്ലേ, ഈശോയെ വിളിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുറേ സമയം ആ ശിരസിൽ കൈവച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, ഈ മുറിവേറ്റ അനുഭവത്തിലേക്ക് നീ വന്ന് സൗഖ്യം കൊടുക്കണേ എന്ന്. ഈ തകർന്നു പോയ മനസ്സിൽ, സ്നേഹം നഷ്ടപ്പെട്ട അനുഭവത്തിൽ സ്നേഹത്തിൻ്റെ നിറവായി നീ വന്ന് നിൽക്കണേന്ന് കുറേ സമയം പ്രാർത്ഥിച്ചു. ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാറായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു: ഞാൻ ആദ്യം ചെല്ലുന്നത് എൻ്റെ അമ്മയുടെ അടുത്തേക്കാവും. എൻ്റെ അമ്മയെ കണ്ട് കുറേ നേരം എനിക്ക് സംസാരിക്കണം, അമ്മയെ പരിചരിക്കണം, അമ്മയെ സ്നേഹിക്കണം. നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു തന്നു എന്ന് എനിക്ക് ബോധ്യം കിട്ടുന്നു. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ബോധ്യം വരുന്നു. സന്തോഷത്തോടെ ആ സഹോദരി തിരിച്ചു പോയത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹം നിഷേധിക്കപ്പെട്ട അനുഭവങ്ങൾ ഒരുപാട് ജീവിതത്തിലുണ്ടാകാം. സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ഒത്തിരി മനസ്സ് നമ്മളോട് പറയാം. വിശ്വസിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, എനിക്ക് അങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സാധ്യതകളുണ്ട്. മനസ്സ് അങ്ങനെ ആയി പോകാൻ സാധ്യതകളുണ്ട്. നമ്മുടെ മനസ്സ് എങ്ങനെയാണെങ്കിലും ഈശോ കാണുന്നു. ഈശോയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായി ഒരു വേദനയുമില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. തന്നേക്കാം എന്നല്ല പറഞ്ഞത്. കുറച്ച് നാൾ കഴിയട്ടെ, ആലോചിക്കട്ടെ, പിന്നീട് തരാം. അല്ല, ഈശോ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, സമാധാനം നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ മനസ്സ് വേദനിക്കണ്ട, നിങ്ങൾ തളരണ്ട, നിങ്ങൾ ശക്തരാകുക, ധൈര്യമുള്ളവരാകുക. ഒന്നിൻ്റെയും അടിമയാകാതിരിക്കുക, ആരുടെയും അടിമയാകാതിരിക്കുക. ലഹരിയുടെ, തഴക്കദോഷങ്ങളുടെ, ദുശ്ശീലങ്ങളുടെ, മുറിവുകളുടെ, രോഗങ്ങളുടെ, നൊമ്പരങ്ങളുടെ, സാമ്പത്തിക തകർച്ചകളുടെ, ജീവിത സാഹചര്യങ്ങളുടെ അടിമത്തത്തിലേക്ക് പോകാൻ ഇടയാക്കല്ല്. നിന്നെ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഭരമേൽപ്പിക്കുക. നിന്നെ തന്നെ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. മുഴുവനും മുറിഞ്ഞ് മനസ്സ് മുറിയാൻ ഇനിയൊരിടമില്ല ബാക്കി. അങ്ങനെ നിനക്ക് തോന്നുന്നുവെങ്കിൽ പോലും ഈ മനസ്സിനെ പുതുതാക്കി മാറ്റാൻ ഈശോയ്ക്ക് കഴിയും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം തരും. റിപ്പയർ ചെയ്യാന്നല്ല പറഞ്ഞത്. ഈ മുറിവിനെയൊക്കെ
മുറിവ് വെച്ച് കെട്ടി ഉണക്കിത്തരും ഈശോ തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലുപരി പുതിയ ഹൃദയം ഈശോ തരും. അതിനെ അങ്ങ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും, മാറ്റിക്കളയും. മുറിഞ്ഞിരിക്കുന്ന മനസ്സിനെ മാറ്റും. പുതിയ ഹൃദയത്തെ കർത്താവ് നമുക്ക് തരും. നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ഓടിച്ചെല്ലാം. കർത്താവിനെ വട്ടം കെട്ടിപ്പിടിച്ച് ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, മറ്റാർക്കും എൻ്റെ മനസ്സ് വായിക്കാൻ കഴിയില്ലെങ്കിലും, മറ്റാർക്കും എന്നെ മനസ്സിലാകുന്നില്ലെങ്കിലും അങ്ങേക്കറിയാം എന്നിലെ ഭയം, അപകർഷത, അസൂയ, അലസത, അഹങ്കാരം, സ്വാർത്ഥത, ജഡികത എല്ലാം അവിടുന്ന് ഏറ്റെടുക്കണേ. ഈശോയെ, ഒരു പുതിയ ഹൃദയം എനിക്ക് സമ്മാനിക്കണേ. അങ്ങയുടെ മകനാകാൻ, അങ്ങയുടെ മകളാകാൻ, ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എനിക്കും ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.